ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തങ്ങളുടെ ജീവിതത്തിലും മനോഹരമായൊരു കവിത കാണാൻ കഴിയും. ഹുബൈബ് റളിയല്ലാഹുവിന് ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനാണ്. ഹുബൈബ് റളിയല്ലാഹുവിന് തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി അയച്ചു. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹുവിന് തങ്ങളെയും സംഘത്തിനെയും ഹുദൈൽ ഗോത്രക്കാരെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹുവിന് തങ്ങൾ സയ്യിദ് റളിയല്ലാഹുവിന് തങ്ങളെയും ഹുദൈൽ ഗോത്രക്കാർ മക്കക്കാർക്ക് വിറ്റു. അങ്ങനെ മക്കക്കാർ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹുവിന് തങ്ങളെ മാർക്കറ്റിൽ അടിമച്ചന്തയ്ക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വിറ്റു. ആ ഹുബൈബിനെ വാങ്ങിയത് ഹാരിസിൻ്റെ മക്കളാണ്. ഹാരിസിൻ്റെ മക്കൾ വാങ്ങി. ഹാരിസിനെ ബദറിൽ ഹുബൈബ് റളിയല്ലാഹുവിന് കൊന്നിട്ടുണ്ട്. അവൻ പ്രതികാരം വീട്ടാനും കൂടി വിചാരിച്ച് വാങ്ങിയതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹുവിനെ തടങ്കലിലായി പാർപ്പിച്ചു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങളെ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ കൊലക്കാരൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഹുബൈബ് റളിയല്ലാഹുവിന് തങ്ങൾ പാടുന്നൊരു മനോഹരമായ കാവ്യമുണ്ട്. വലസ്തു അബാലിഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശഖിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാതിൽ ഇലാഹി വഇയശ യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങളെ തന്നീമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഹുബൈബിനെ തൂക്കിലേക്ക് വെക്കാൻ പോകുന്ന സമയത്ത് അബൂ സുഫിയാൻ ചോദിച്ചു, ഹുബൈബെ, ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമെന്ന് പിന്മാറിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, എന്ത് വേണോ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. ഹുബൈബ് റളിയല്ലാഹുവിന് തികഞ്ഞ ഈമാൻ, അർപ്പണബോധം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ഹുബൈബ് തങ്ങൾ. അങ്ങനെ കഴുമരത്തിലേക്കാട് നീങ്ങിയപ്പം അവിടെ നിന്ന് ഹുബൈബ് തങ്ങൾ പാടിയതാണ് വലസ്തു ബാലീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശഖിൻ കാന ലില്ലാഹി മസ്റഈ. ഏത് ഭാഗത്തിലൂടെ എനിക്ക് മരണം വരിക്കേണ്ടി വന്നാലും എനിക്കൊരു പേടിയുമില്ല, എനിക്കൊരു വേജാറുമില്ല. വദാലിക ഫീ ദാതിൽ ഇലാഹി വഇയശ. ഞാൻ ഈ മരിക്കുന്നതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ മതത്തിന് വേണ്ടിയാണ്. എനിക്കൊന്നൊരു പേടിയും ഒരു വേജാറും ഈ വിഷയത്തിൽ എനിക്കില്ല. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങൾ കഴുമരത്തിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ മുഖം ഖിബ്ലയുടെ ഭാഗത്തും തെറ്റിയപ്പോൾ അള്ളാഹുവിനോടൊരു ദുആ നടത്തി. പടച്ച റബ്ബേ, اللهم إن كان لي عندك خير فحول وجهي نحو قبلتك. അല്ലാഹുവേ, എന്നിൽ എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ, എൻ്റെ മുഖത്തിനെ നീ ഖിബ്ലയുടെ ഭാഗത്തേക്ക് നീ ആക്കണേ അല്ലാഹ്. കഴിമരുന്ന് ദ്വാരിക്കാണ് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല ആ ദുആ അപ്പോൾ തന്നെ സ്വീകരിച്ചു. ഫഹവ്വലല്ലാഹു വജ്ഹഹു നഹ്വഹാ. അല്ലാഹു തആല ഹുബൈബ് തങ്ങളുടെ മുഖം ഖിബ്ലയിലേക്ക് കൊണ്ട് നേരെയാക്കി. ശത്രുക്കൾ എത്ര നോക്കിയിട്ടും ഖിബ്ലൻ്റെ ഭാഗത്തുനിന്ന് തെറ്റിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഖിബ്ല കറക്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഫഖാല, ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ ശത്രുക്കൾ അവസാനം പല രൂപത്തിൽ നോക്കിയിരുന്നു ഹുബൈബിനെ മാറ്റിയെടുക്കാൻ. ഇല്ല, അടിയുറച്ച ഈമാൻ,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങളെ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഹ്സിഹിം മദദാ വഖ്തുൽഹും ബിദദാ വലാ തുഗാദിറു മിൻഹും അഹദാ. അല്ലാഹുവേ, ശത്രുക്കളെ നശിപ്പിക്കണേ റബ്ബേ. മഹാനുകൾ ദുആ ചെയ്തു. ഒരാളുമില്ലാതെ എല്ലാ ശത്രുക്കളെയും നീ നശിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു. ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങള് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുക്കുകയും വലിയ മഹത്വം കൊടുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവസാനം ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. റഹ്മുർ-റഹീമായ റബ്ബ് അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഈമാനും തഖ്വയും അല്ലാഹു തആല വർദ്ധിപ്പിച്ച് സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ.